ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിഫു ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു മൊബൈൽ ഹോൾഡർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓഫീസ് വർക്ക് നമുക്ക് എന്തെങ്കിലും ഫോണ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ വെച്ചിട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അതിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 150 രൂപ 200 രൂപയ്ക്ക് മേലെയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിനൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും വിത്ത് നോ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കൊടുക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണ് ഓളിലിടാൻ മറക്കരുത്, എന്നാലും ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 8 ഇഞ്ച് PVC-യുടെ ഒരു 7 സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ലൈനിലല്ല നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഇട്ട ലൈനിൽ ചെറിയൊരു ചെരിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ആ ഒരു അറ്റത്തും നമുക്ക് ഇനി സാൻഡ് പേപ്പർ വെച്ചൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു PVC നമുക്കൊരു ഷീറ്റാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ഷീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചൂടാക്കേണ്ട ആവശ്യമുണ്ട്. ചൂടാക്കി ഉരുക്കിയിട്ട് നമ്മളിതൊന്ന് നിവർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് വെക്കരുത്, ഇതുപോലെ എന്തെങ്കിലും തുണിയായിട്ട് വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പാടാണ് ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊന്നും ഇടിഞ്ഞിട്ടിട്ടുണ്ട്, നമുക്ക് ബാക്കി ഫുള്ളായിട്ട് ഷീറ്റാക്കി എടുക്കാം. അപ്പോൾ അത് നമ്മൾ ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഷീറ്റിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ 1.5 വെച്ചിട്ട് 2 സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നടുക്കൊരു 3 സെൻറ്റിമീറ്റർ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു ലൈന്, പിന്നെ ഒരു 8 സെൻറ്റിമീറ്റർ വിട്ടിരുന്ന ഒരു കട്ട്, പിന്നെ ഒരു 10 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്ത കട്ട്. അപ്പോൾ നടുക്ക് നമ്മളൊരു ഗ്യാപ്പ് വിട്ടത് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഒരു 9 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്തൊരു ലൈന്, പിന്നെ ബാക്കി നമുക്ക് ഒഴിവാക്കാം, അത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആ ഒരു ഷീറ്റിൽ നമുക്ക് വേണ്ടാത്ത പോർഷനൊക്കെ നമ്മൾ ഫുൾ ആ ഒരു ഗ്യാപ്പും റൗണ്ട് എല്ലാം നമ്മൾ ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ലൈറ്റർ വെച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം. പിന്നെ നമ്മളെ മെയിൻ പണി ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 1.5 വെച്ചിട്ടുള്ള ഈ ഒരു ലൈന് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലൈന്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ഈ ഒരു ലൈന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഉരുക്കിയെടുത്തതിന് ശേഷം ഒരു സ്കെയിൽ വെച്ചിട്ട് അതൊന്ന് ഒടിച്ചു കൊടുക്കുക. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് പിന്നെ ഇതിന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഒടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത 1.5 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ലൈനും കൂടി നമ്മളൊന്ന് ഒടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഒടിച്ച പോലെ തന്നെ അതും ഒടിച്ചെടുത്താൽ ഇത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്കിനി അടുത്ത മാർക്കിങ്ങിൽ നമുക്ക് ഇതേപോലെ സിഗർ ലൈറ്റ് വെച്ച് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കൊന്ന് അതൊന്ന് ഒടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കിതൊന്ന് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സിഗർ ലൈറ്റർ വെച്ച് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ ഒരു നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വളച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് നല്ല വളച്ചത് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു 2 സൈഡും ചെയ്ത പോലെ തന്നെ മൂന്നാമത്തെ സൈഡ് ഉള്ളിലോട്ടായിട്ട് തന്നെ മൂന്നാമത്തെ സൈഡും നമുക്ക് ഒന്ന് സിഗർ ലൈറ്റർ വെച്ച് കത്തിച്ചൊന്ന് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗവും നമ്മൾ ഇത് കണ്ടില്ലേ സ്മൂത്തായിട്ട് നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡ് ഫിനിഷായി എന്ന് തന്നെ പറയാം. അപ്പോൾ അതേ നല്ല ആംഗിളൊക്കെ നമ്മൾ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഫുള്ള് പെർഫെക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് പെയിൻറ്റും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെയിൻറ്റും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൊബൈൽ സ്റ്റാൻഡ് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റാൻഡ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിൽ കൂടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതേ ഫോണ് വെക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ നല്ലൊരു അടിപൊളിയിൽ നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഫോൺ നിൽക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഫോൺ ഡ്രോപ്പ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതേ കണ്ടില്ലേ, ഫോൺ ഇത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരെ സംഭവം ഫോണ് വീണെന്നല്ലാതെ സ്റ്റാൻഡ് വീണിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല പവറാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വേർട്ടിക്കലായിട്ടും വെക്കാം. നമ്മളെ ഓഫീസ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ വേർട്ടിക്കലായിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഫുള്ള് വർക്കിംഗ് ആണ്. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു അടിപൊളി സംഭവമാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ല? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമാണ്, ഉണ്ടാക്കി നോക്കുക. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ഉപകാരമുള്ള ഒരു സംഭവമാണ് ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഫോണിൽ എന്തെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഞാൻ അധികം ഒരു വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഒന്ന് ചാരി വെച്ചിട്ടാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റാൻഡ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടിക്കാച്ച സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ അപ്പുറം നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സീഫുഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണ് മസ്റ്റാണ് ഓളിലിട്ടേക്കുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ഇറ്റ്സ് മീ അമിൻ മുർസ സൈനിങ് ഔട്ട്. ബൈ.